ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾറെഡി നിങ്ങൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. 4 ദിവസം മുമ്പ് ചിക്മംഗ്ലൂരിൽ വെച്ചിട്ട് കാണാതായ മലയാളി പെൺകുട്ടി, 15 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനന്ദ. ഇന്ന് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി 1500 അടി താഴ്ചയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാണാതായിട്ട് 4 ദിവസമായിട്ടുണ്ട്. 4 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് 7-ാം തീയതി ഒരു 5:20, 5:30 ഇടയ്ക്ക് വെച്ചിട്ടാണ്, ഒരു 10 മിനിറ്റ് ഗ്യാപ്പിലാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത്. ഇവരൊരു 40 പേരടങ്ങുന്ന സംഘമാണ് ഈ ഒരു ടൂറിന് വേണ്ടി പോയത്. 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞ് ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയ പെൺകുട്ടിയാണ്. ചിക്മംഗ്ലൂരുള്ള ചന്ദ്രഗിരി ഹിൽസിലെ മാണിക്യധാര വാട്ടർഫാൾ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെയാണ് ഈ പെൺകുട്ടിയുടെ ഏറ്റവും അവസാനത്തെ ലൊക്കേഷൻ. അപ്പൊ പറഞ്ഞു വന്നത്, 5:20 ഈ പോയ കുറച്ച് ആൾക്കാരുടെ കൂടെ ശ്രീനന്ദ ഈ ഹാൻഡ് റെയിൽ പോകുന്ന ആ സൈഡ് വാളിൽ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3-7 മിനിറ്റ്സിനുള്ളിലാണ് ഈ പെൺകുട്ടിയെ കാണാതെ പോകുന്നത്. ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കൂടെ വന്ന ആളുകളും അച്ഛനും അമ്മയും റിലേറ്റീവ്സും എല്ലാം കൂടെ ആ സമയത്ത് അവർ കുറച്ച് മണിക്കൂറുകൾ സെർച്ച് ചെയ്തു. കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ഒരു 8:30 ആയപ്പോഴത്തേക്കും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. 8-ാം തീയതി 9-ാം തീയതി അവിടെ സർച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. SDRF, ഫയർ ആൻഡ് എമർജൻസി സർവീസ്, പോലീസുകാർ, ആന്റി നക്സൽ ഫോഴ്സ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ 22 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രോൺസും അതുപോലെ തന്നെ തെർമൽ ഇമേജിംഗ് ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു സർച്ചിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 ദിവസവും ഇത്രയൊക്കെ സെർച്ച് ചെയ്തിട്ടും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഏപ്രിൽ 10-ാം തീയതി മിസ്സിംഗ് ആയതിനു ശേഷം ഏതാണ്ട് ഒരു 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ ഒരു 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തുന്നത്. അതും ഈ ഡ്രോൺസ് ആൻഡ് തെർമൽ ക്യാമറ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ കാണാതായ സമയത്ത് തന്നെ ഈ പെൺകുട്ടീന്റെ മാതാപിതാക്കള് ഇതൊരു കിഡ്നാപ്പിംഗ് ആണ് എന്നുള്ള തരത്തിലുള്ള അവരുടെ സംശയങ്ങൾ മീഡിയസിന് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിനൊരു ക്ലാരിറ്റി കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബോഡി കിട്ടിയതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ സമയമെടുക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് അതിന് സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. സ്റ്റിൽ ഇപ്പോഴും പെൺകുട്ടിയുടെ റിലേറ്റീവ്സും മാതാപിതാക്കളും ഇതൊരു കിഡ്നാപ്പിംഗ് ആണ് എന്നുള്ള തരത്തിലാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഈ കേസിൽ ഒന്ന്, ഇതൊരു നോർമൽ ആക്സിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാല് വഴുതി താപ്പോട്ട് വീണതാവാം. ഈ പെൺകുട്ടി മരിച്ച ആ ഒരു ദിവസം ഒരു കൂട്ടുകാരിയോടൊപ്പം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം എക്സൈറ്റ്മെന്റ് ഉള്ള ടൈപ്പ് ആണ്. ആ കൂടെ നിൽക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ വന്ന് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കൂടെ നിൽക്കുന്ന പെൺകുട്ടി. ആ ഫ്രെയിമിൽ ഈ പെൺകുട്ടിയുണ്ട്. അപ്പോഴാണ് ഹായ് പുഴയെന്നും പറഞ്ഞിട്ട് പുഴ കണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുന്നത്. വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങനെ ഓടിപ്പോകുന്ന ടൈപ്പ് ഒരു കൊച്ചാണ് ഈ ശ്രീനന്ദ എന്ന് പറയുന്നത്. ആ രീതിയിൽ എന്തെങ്കിലും കണ്ടപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു തേങ്ങയും കണ്ടില്ല. അപ്പം ഒരു നല്ലൊരു വ്യൂ പോയിന്റോ എല്ലാം കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് അവിടെ ഈ ഫെൻസിങ് പോലെ 2 ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ ഞൂഴിന്ന് അപ്പുറത്ത് പോവാം. മേ ബി അങ്ങനെ എന്തെങ്കിലും കണ്ടപ്പോൾ ചാടി അങ്ങോട്ട് പോയപ്പോൾ കാലം കാണാൻ തെന്നി താപ്പോട്ട് പോയതാവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും മറിച്ചുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് പറയുന്നു, ഇപ്പം ബോഡി കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് അവർ ഇറങ്ങി പരിശോധിച്ച സ്ഥലമാണ്. പോലീസുകാരല്ല, ബന്ധുക്കൾ തന്നെ ഇറങ്ങി പരിശോധിച്ച സ്ഥലങ്ങളാണ്. അന്നേരം കിട്ടാത്ത ബോഡി ഇപ്പൊ അവിടെ എങ്ങനെ വന്നു എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ബോഡിക്ക് അധികം പഴക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവത്തുള്ളൂ. മേ ബി ഇവർ പറയുന്ന പോലെ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ പിടിച്ചോണ്ട് പോയിട്ട് ഇത് ഇത്രയും സെൻസേഷൻ ആയിട്ടൊരു ന്യൂസ് ആയ സമയത്ത് ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിട്ടതാവാം. ഈ അതൊരു കിഡ്നാപ്പ് ആണെങ്കിൽ മാത്രം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബോഡി കിട്ടിയിരിക്കുന്ന സ്ഥലത്തോട്ട് ആ വഴിക്കോട്ട് തന്നെ ശ്രീനന്ദ പോയിട്ടില്ല എന്നാണ് റിലേറ്റീവ്സും കൂടുതലുള്ള ആൾക്കാരും പറയുന്നത്. പിന്നീട് ശ്രീനന്ദയുടെ ഫാദർ ഈ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ ഒരു കൗണ്ടർ ഉള്ളതായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു ടിക്കറ്റ് കൗണ്ടർ. എന്നാൽ ഈ ശ്രീനന്ദ മിസ്സിംഗ് ആയതിനു ശേഷം നെക്സ്റ്റ് ഡേ അങ്ങനെ ഒരു കൗണ്ടറോ അവിടെയുള്ള ആൾക്കാരെ ഒന്നിനെയും കാണാനില്ല. മേ ബി ഇല്ലീഗലായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതായിരിക്കാം. പോലീസ് കേസൊക്കെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവന്മാര് പൊളിച്ചുകൊണ്ട് നൈസായിട്ട് ഓടി രക്ഷപ്പെട്ടതാവാം. എന്താണെങ്കിലും ഇതിനകത്തൊരു ദുരൂഹത ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ അത് ആരൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ അന്വേഷിക്കേണ്ടതാണ്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധിച്ച സമയത്ത് അവിടെ ഒരു ലോക്കൽ കടകളൊക്കെ ഉണ്ട്. ആ ഒരു കടയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഈ പട്ടി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടി മൂവ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യവും ശ്രീനന്ദയുടെ റിലേറ്റീവ്സ് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അവിടുത്തെ ലോക്കൽസിനോട് ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി അന്വേഷിക്കാനോ നിന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ ഫോട്ടോ എടുത്തെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഫോട്ടോ എടുത്ത 5:30-ാണ്, 5:20-നാണ്. ഈ 5:20, 5:30 ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഈ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്. അതായത് പെട്ടെന്ന് സഡനായിട്ട് മിസ്സാവണമെങ്കിൽ മേ ബി കാല് വഴുതി വീണതാവാം. മാത്രമല്ല അവിടെ കോടയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, വിസിബിലിറ്റി ചിലപ്പം കുറവായിരിക്കാം. അന്നേരം എങ്ങോട്ടെങ്കിലും പോയിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാലും അറിയില്ല. പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു കാര്യം വേറെ ഉണ്ട്. താപ്പോട്ട് ഒരാൾ വീഴുവാണെങ്കിൽ ഉറപ്പായിട്ടും
അലറി വിളിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. ഇവരുടെ കൂടെ തന്നെ 40ഓളം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗണ്ടോ ഒരു അലർച്ചയോ ഒന്നും ആരും കേട്ടിട്ടില്ല. സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ദുരൂഹതകളെല്ലാം കൂടെ കൂട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു കിഡ്നാപ്പിംഗിന്റെ പോസിബിലിറ്റീസ് തള്ളിക്കളയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ശ്രീനന്ദയുടെ പേരൻസ് ആൻഡ് ഫാമിലി ഇതിനകത്ത് ദുരൂഹത ഉണ്ടെന്ന് പറയുന്നതും ഇതൊരു കിഡ്നാപ്പിംഗ് ആണ് എന്ന് പറയുന്നതിന്റെ റീസൺ. ആ ഒരു ബോഡി കിട്ടിയ സമയത്ത് അതിന്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. മേ ബി ആ വീഴ്ചയിൽ അത് തെന്നി വീണിട്ടുണ്ടായിരുന്നെങ്കിൽ എവിടെങ്കിലും മരത്തിലൊക്കെ കുത്തി കീറിയിട്ടുള്ള അങ്ങനെയുള്ളതായിരിക്കാം. പിന്നീട് ബോഡിക്ക് അധികം പഴക്കം ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു ബ്ലേർഡ് ഇമേജ് ആണ് കണ്ടത്. അത് കണ്ടിട്ടും എന്താ പറയാ, സ്കിന്നൊന്നും അത്യാവശ്യം കളർ മാറിയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. മിസ്സായി കഴിഞ്ഞ് 72 മണിക്കൂറിന് ശേഷമാണ് ഈ ബോഡി കിട്ടുന്നത്. ഇത്രയും സമയം ഉണ്ടെങ്കിൽ അതിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, വയറ് ബ്ലോട്ട് ആയിട്ടുണ്ടാവും, സ്കിന്നിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അങ്ങനെ പല പല ചേഞ്ചസ് ആ ഒരു ബോഡിയിൽ ഉണ്ടാവും. അത് കാണുന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും, പോലീസുകാർക്ക് അടക്കം മനസ്സിലാവും ഈ ശരീരത്തിന് മിനിമം ഇത്രയും ദിവസത്തെ പഴക്കമുണ്ട്. റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പുള്ളി പറയുന്നത് അധികം പഴക്കമുള്ളതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിന് പഴക്കം തോന്നുന്നില്ലെങ്കിൽ അതിനകത്ത് ഒരു ദുരൂഹതയുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു കാര്യം മനസ്സിലാവത്തുള്ളൂ. അവിടെ ഒരു കിഡ്നാപ്പിംഗ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്, വളർന്നിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്. ഈ പറയുന്ന സ്ഥലം അത്ര ക്ലിയർ ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല. മേ ബി അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവണം. CCTV ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ ക്ലാരിറ്റി ഇതിനകത്ത് കിട്ടും. വരും ദിവസങ്ങളിൽ ആ ഒരു റിപ്പോർട്ട് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് മനസ്സിലാവും, റീസൺ ഓഫ് ഡെത്ത് എന്താണെന്ന് മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല, വേറെ വീഡിയോ വരാം. അപ്പോൾ ശരി, ബൈ.